സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സബ്സിഡിയറി ബുക്സ് എന്നറിയപ്പെടുന്ന സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ എന്ന് പറയുന്ന ഏരിയയിലുള്ള ക്യാഷ് ബുക്കിനെ കുറിച്ചാണ്. ഓക്കെ, ക്യാഷ് ബുക്ക് വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ നോർമൽ ഫോർമാറ്റിന്റെ പുറത്തുള്ള സ്ഥാപനങ്ങളും WLP സിസ്റ്റം ഫോളോ ചെയ്യാത്ത സ്ഥാപനങ്ങൾ കൂടി അല്ലെങ്കിൽ എന്റിറ്റീസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക്. അപ്പൊ ക്യാഷ് ബുക്ക് എന്താണെന്ന് പഠിക്കാം. ക്യാഷ് ബുക്ക് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ സബ്സിഡിയറി ബുക്സ് അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് ഓഫ് ജേണൽ എന്ന് പറയുന്ന സാധനങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, നോർമലായിട്ട് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു. നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നുണ്ട്, ജേണൽ എൻട്രി അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് ജേണൽ എൻട്രികൾക്ക് കമ്പാരബിൾ ആയിട്ടുള്ള ജേണൽ എൻട്രികൾക്ക് ഈക്വൽ ആയിട്ടുള്ള അക്കൗണ്ടുകൾ നമ്മൾ പറയുന്നുണ്ട്. ഓരോ ജേണൽ എൻട്രിയിൽ ഉൾപ്പെട്ട ഓരോ അക്കൗണ്ടുകൾക്കും നമ്മൾ അക്കൗണ്ടുകൾ പറയുന്നുണ്ട്. അതൊരു നോർമൽ ഫ്ലോയിൽ അങ്ങനെ പോകുന്നുണ്ട്. ജേണൽ എൻട്രി ചെയ്യുന്നു, പിന്നെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, അത് ബാലൻസ് ചെയ്യുന്നു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ അതൊരു നോർമൽ റൂട്ടിൽ പോകുന്നുണ്ട്. അതിന്റെ പുറമെ അത് ഒഴിവാക്കിയിട്ടല്ല, അത് ചെയ്തിരിക്കുമ്പോൾ തന്നെ അതിന് പുറമെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് പുറമെ നമ്മൾ ഉണ്ടാക്കുന്ന ചില ബുക്കുകളാണ് സബ്സിഡിയറി ബുക്കുകൾ. ഓക്കെ, ചില സ്റ്റേറ്റ്മെന്റുകളാണ്, ചിലത് അക്കൗണ്ടുകൾ പോലെ തന്നെ പ്രവർത്തിക്കുന്നവയാണ്. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന സബ്സിഡിയറി ബുക്സ് എന്നറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ഒരു സ്ഥാപനത്തില് ടോട്ടലായിട്ട് നടന്ന ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഒരു സ്ഥാപനത്തില് ടോട്ടലായിട്ട് നടന്ന ക്രെഡിറ്റ് പർച്ചേസുകൾ എത്രയാണെന്ന് നമുക്കറിയാം. ഓക്കെ, അക്കൗണ്ടുകളിൽ നിന്ന് അത് അറിയാനുള്ള സംവിധാനമില്ല. കാരണം അക്കൗണ്ടുകളിൽ പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ് നമുക്കുള്ളത്. ആ പർച്ചേസ് അക്കൗണ്ടിൽ ക്യാഷ് പർച്ചേസുകളും ക്രെഡിറ്റ് പർച്ചേസുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ക്യാഷ് പർച്ചേസുകൾ ഓൾമോസ്റ്റ് ഡൺ ആണ്, എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞതാണ്. പക്ഷെ ക്രെഡിറ്റ് പർച്ചേസുകളുടെ പുറത്തേക്ക് നമ്മൾ പൈസയൊക്കെ കൊടുക്കാനുണ്ട്. ക്രെഡിറ്റ് പർച്ചേസുകളുടെ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ക്രെഡിറ്റ് പർച്ചേസ് നടത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്ത് ചെയ്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ എത്ര രൂപയുടെ ക്രെഡിറ്റ് പർച്ചേസ് ടോട്ടലായിട്ട് നടത്തി എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എടുത്തു വെച്ചിട്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് അല്ലാത്ത ഐറ്റംസിനെ എടുത്തിട്ടിട്ട് ആഡ് ചെയ്ത് നോക്കും. ഓക്കെ, അങ്ങനെയാണ് ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് പർച്ചേസുകൾക്ക് മാത്രമായിട്ട് സ്റ്റേറ്റ്മെന്റ്, ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, അക്കൗണ്ടുകൾക്ക് പുറമെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കുകളെയാണ് നമ്മൾ സബ്സിഡിയറി ബുക്കുകൾ, സബ് ഡിവിഷൻസ് ഓഫ് ജേണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ സ്ട്രീമിൽ നിന്ന് തൊട്ട് മാറി നിന്നുകൊണ്ട് ചില പ്രത്യേക ആവശ്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരിക്കും, പെട്ടെന്ന് അറിയേണ്ട ചില കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കുകളെയാണ് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ സബ്സിഡിയറി ബുക്കുകൾ എന്ന് നമ്മൾ നോർമലി വിളിക്കുന്ന സബ് ഡിവിഷൻസ് ഓഫ് ജേണൽസ്. ഓക്കെ, എത്രയാണ് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽസ്, എത്രയാണെന്ന് നോക്കുക. എന്തൊക്കെയാണ് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽസ് എന്ന് നോക്കുക. ക്യാഷ് ബുക്ക് നോർമലി നമുക്ക് അറിയാവുന്നതാണ്. ക്യാഷ് ബുക്ക്, ഓക്കെ, ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, ജേണൽ പ്രോ. ഓക്കെ, ഇത്രയുമാണ് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽസ്. ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, ജേണൽ പ്രോ. ഓക്കെ, ക്യാഷ് ബുക്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു ബുക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതൊക്കെ എന്തിനാണെന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ക്യാഷ് ബുക്ക്, ക്യാഷ് ട്രാൻസാക്ഷൻസ്, ബാങ്കിലൂടെയും ക്യാഷ് ആയിട്ട് നടന്ന ട്രാൻസാക്ഷൻസിനെ ഒറ്റ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാം. ബാങ്കിലൂടെയും ക്യാഷ് ആയിട്ട് നടന്ന ട്രാൻസാക്ഷൻസിനെ ഒറ്റ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് ക്യാഷ് ബുക്ക്. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് നമ്മൾ പറയും, അതാണ് ക്യാഷ് ബുക്ക്. പർച്ചേസ് ബുക്ക്, ക്രെഡിറ്റ് പർച്ചേസുകൾ, ക്യാഷ് പർച്ചേസ് ഇല്ല, ക്രെഡിറ്റ് പർച്ചേസുകളെ മാത്രം, ഞാൻ എന്താ പറഞ്ഞത്, ക്രെഡിറ്റ് പർച്ചേസുകളെ മാത്രം രേഖപ്പെടുത്തുന്ന ബുക്കാണ് പർച്ചേസ് ബുക്ക്. ഓക്കെ,
ഇത് സെയിൽസ് ബുക്ക് നടന്നിട്ടുള്ള ക്രെഡിറ്റ് സെയിൽസുകൾ സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള ക്രെഡിറ്റ് സെയിൽസുകളെ മാത്രം രേഖപ്പെടുത്തുന്ന ബുക്കാണ് സെയിൽസ് ബുക്ക്. ഓക്കെ, പർച്ചേസ് ബുക്കിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്, പർച്ചേസ് ബുക്കിലെ റിസൾട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. സെയിൽസ് ബുക്കിലെ റിസൾട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഓക്കെ, ഇത് സെയിൽസ് റിട്ടേൺസ് ബുക്കാണ്. ഇത് സെയിൽസ് റിട്ടേൺസ് ബുക്കാണ്. നടന്നിട്ടുള്ള സെയിൽസ് റിട്ടേണുകളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സെയിൽസ് റിട്ടേൺ എത്ര സെയിൽസ് റിട്ടേൺ ആയിട്ടുണ്ട്, ഓക്കെ, റിട്ടേൺ വന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്താനുള്ളതാണ്. ഇത് പർച്ചേസ് റിട്ടേൺസ് ബുക്കാണ്. എത്ര പർച്ചേസുകൾ റിട്ടേൺ ആയിട്ടുണ്ട്, എത്ര നമ്മൾ വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാനുള്ള ബുക്കാണ്. ഇത് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ജേണൽ പ്രോപ്പർ ഇതിലൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ഇടപാടുകൾ എഴുതുന്ന സ്ഥലമാണ്. ഈ പറയുന്ന ക്യാഷ് ബുക്കിലും പർച്ചേസ് ബുക്കിലും സെയിൽസ് ബുക്കിലും സെയിൽസ് റിട്ടേൺസ് ബുക്കിലും പർച്ചേസ് റിട്ടേൺസ് ബുക്കിലും ഉൾപ്പെടാത്ത ഐറ്റംസിനെ രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കാണ് ജേണൽ പ്രോപ്പർ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ ക്യാഷ് ബുക്കിനെ കുറിച്ചാണ്. സോ ക്യാഷ് ബുക്ക് എന്താണെന്ന് നോക്കുക. ക്യാഷ് ബുക്ക് നമുക്കറിയാം, ഡബിൾ കോളം ക്യാഷ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ക്യാഷ് അക്കൗണ്ട് തന്നെയാണ്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് തന്നെയാണ്. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് നമ്മൾ പറയുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഒരൊറ്റ അക്കൗണ്ടിലേക്ക് നോക്കിയാൽ നമുക്ക് ആ ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരേ സമയം സ്ഥാപനത്തിലെ ക്യാഷ് ആയിട്ട് നടന്നതും ത്രൂ ബാങ്ക് നടന്നതുമായിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷൻസിന്റെയും ഡീറ്റെയിൽസ് ലഭിക്കുകയും അതിന്റെ ബാലൻസ് നമ്മുടെ കയ്യിലുള്ള ക്യാഷിനെയും ബാങ്കിലുള്ള ക്യാഷിനെയും കൂടി ഒരേ സമയം കാണിച്ചു തരുന്നതുമാണ്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള ഐറ്റംസിനെയും ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ വരച്ച ഐറ്റംസിനെയും ഒന്നിച്ചൊരൊറ്റ അക്കൗണ്ടിലേക്ക് ക്ലബ് ചെയ്ത് ഒരൊറ്റ അക്കൗണ്ടിനെ നോക്കിയാൽ, ഒരൊറ്റ ക്യാഷ് ബുക്കിനെ മാത്രം നോക്കിയാൽ ത്രൂ ബാങ്കും ബൈ ഹാൻഡുമായി നടന്ന, അതായത് കയ്യിലൂടെ ക്യാഷ് ഡീൽ ചെയ്ത് നടന്ന ട്രാൻസാക്ഷൻസിന്റെയും ബാങ്കിലൂടെ ക്യാഷ് വരികയും പോവുകയും ചെയ്ത ട്രാൻസാക്ഷൻസിന്റെയും മുഴുവൻ ഡീറ്റെയിൽസും, അതുപോലെ കയ്യിലുള്ള ക്യാഷ് എത്രയാണെന്നും ബാങ്കിൽ ഇപ്പോൾ എത്ര ക്യാഷ് ഉണ്ടെന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഇതിന്റെ ബാലൻസും എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള അക്കൗണ്ടാണ് ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, അപ്പൊ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമുക്ക് അക്കൗണ്ടുകൾക്ക് പുറമെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ഒരു ഒറ്റ അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിലെ മുഴുവൻ ട്രാൻസാക്ഷൻസിനെ നമുക്ക് കിട്ടും ക്യാഷുമായി റിലേറ്റ് ചെയ്ത, ക്യാഷുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ത്രൂ ബാങ്കോ, അത് ക്യാഷുമായി ബന്ധപ്പെട്ടാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബാങ്കിലൂടെ നടന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ ക്യാഷ് വാങ്ങുകയും കൊടുക്കുകയും ചെയ്ത ട്രാൻസാക്ഷൻസ് ആയിരിക്കാം. എന്തായാലും സ്ഥാപനത്തിലെ എല്ലാ വരവുകളും എല്ലാ ചെലവുകളും, സ്ഥാപനത്തിൽ ഇപ്പോൾ കയ്യിലുള്ള പൈസയും സ്ഥാപനത്തിലെ ബാങ്കിൽ എത്ര പൈസ ബാക്കിയുണ്ടെന്നും ഉള്ള നമ്മുടെ സ്റ്റാറ്റസ് ഒറ്റ ബുക്കിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത, ഇതിൽ 2 കോളംസ് ഉണ്ട്, എമൗണ്ട് എഴുതാനുള്ള 2 കോളംസ് ഉണ്ട്. അത് ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷ് വരികയും പോവുകയും ചെയ്ത കാര്യങ്ങൾ എഴുതുന്ന ക്യാഷിന്റെ ട്രാൻസാക്ഷനും, രണ്ടാമത്തത് ബാങ്കിലൂടെ നമ്മൾ നടത്തിയ വരവും പോക്കുകളും, ബാങ്കിലൂടെ നമുക്കുണ്ടായ റെസിപ്റ്റുകളും പേയ്മെന്റുകളും ഉൾപ്പെടുന്ന ബാങ്കിന്റെ കോളം. ഓക്കെ, അപ്പൊ 2 സൈഡിലും നമുക്ക് 2 എമൗണ്ട് കോളമുണ്ട്. ഡെബിറ്റ് സൈഡിലും നമുക്ക് 2 എമൗണ്ട് കോളമുണ്ട്, ക്രെഡിറ്റ് സൈഡിലും നമുക്ക് 2 എമൗണ്ട് കോളമുണ്ട്. ഡെബിറ്റ് സൈഡ് ഇത് ബാങ്കിലൂടെ വന്ന വരവുണ്ടാവും, ക്യാഷ് ആയിട്ട് വന്ന വരവുണ്ടാവും, ബാങ്കിലൂടെയുള്ള ചെലവുണ്ടാവും, ക്യാഷ് ആയിട്ട് വന്ന ചെലവുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് ബുക്കിനെയും ക്യാഷ് അക്കൗണ്ടിനെയും നമ്മൾ വരയ്ക്കുന്ന ബാങ്ക് അക്കൗണ്ടിനെയും ക്ലബ് ചെയ്ത് ഒറ്റ ബുക്കായിട്ട് നമ്മൾ മുന്നിൽ പ്രസന്റ് ചെയ്യണം. ഇത് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത്, ഇത് മാത്രം നമുക്ക് എടുത്തു വെച്ച് ചെക്ക് ചെയ്താൽ ആ സ്ഥാപനത്തിൽ നടന്ന എല്ലാ ട്രാൻസാക്ഷൻസിനെയും, എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസിനെയും നമുക്ക് കിട്ടും. ത്രൂ ബാങ്ക് നടന്നതും ബൈ ഹാൻഡ് നടന്നതുമായ, കയ്യിലൂടെ നടന്നതും ബാങ്കിലൂടെ നടന്നതുമായ, ക്യാഷ് ആയിട്ട് നടന്നതും ചെക്കായിട്ട് നടന്നതുമായ എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇപ്പൊ നവഡേയ്സ് നിങ്ങൾക്കറിയാം, ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് കൂടുതൽ. എല്ലാ സ്ഥാപനങ്ങളിലും അതെ, ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. വലിയ എമൗണ്ടുകളെല്ലാം ത്രൂ ബാങ്കിലൂടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് മാത്രം നോക്കിയാൽ നമുക്ക് ഒരു സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അറിയാൻ പറ്റില്ല. ഒപ്പം തന്നെ നമ്മൾ എന്തുകൂടി എടുത്തു വെച്ച് നോക്കണം, ബാങ്കിലൂടെ എന്തെല്ലാം നടന്നു എന്ന് കൂടി നോക്കണം. ഓക്കെ, ഇത് രണ്ടും ഒന്നിച്ച് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന. ഓക്കെ, അപ്പൊ ക്യാഷ് ബുക്കിലേക്ക് വരാം. ഈ ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് റെസീപ്റ്റ്സുകളും പേയ്മെന്റുകളും.
സ്ഥാപനത്തിലെ എല്ലാ റെസീപ്റ്റുകളും എല്ലാ പേയ്മെന്റുകളുമാണ് ക്യാഷ് ബുക്കിലൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്യാഷ് ആയിട്ട് നടന്നാലും നമ്മൾ ചെയ്യും, ബാങ്കിലൂടെ നടക്കുന്ന റെസീപ്റ്റുകളും പേയ്മെന്റുകളും നമ്മൾ രേഖപ്പെടുത്തും. ഈ ക്യാഷ് ബുക്കിൽ നിന്ന്, ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ബുക്കിലേക്ക് വരുമ്പോഴുള്ള ബെനിഫിറ്റ് ഇതാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് വരുമ്പോഴുള്ള ബെനിഫിറ്റ് ഇതാണ്. ക്യാഷ് അക്കൗണ്ടുകളിൽ നമ്മൾ ബാങ്കുമായിട്ടുള്ള ട്രാൻസാക്ഷൻ എഴുതില്ല, ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് നടന്ന ട്രാൻസാക്ഷൻസ് എഴുതില്ല. ഓക്കെ, രണ്ട് അക്കൗണ്ടുകളെ നമ്മൾ ഒരേ സമയം എന്ത് ചെയ്യണം, നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ റെസിപ്റ്റുകളും എല്ലാ പേയ്മെന്റുകളും ഇവിടെ രേഖപ്പെടുത്തും. അത് ബാങ്കിലൂടെ ആണെങ്കിൽ ബാങ്കിന്റെ കോളത്തിൽ രേഖപ്പെടുത്തും, ക്യാഷ് ആയിട്ടാണ് നടന്നതെങ്കിൽ ക്യാഷിന്റെ കോളത്തിൽ നമ്മൾ രേഖപ്പെടുത്തും. അതാണ് വ്യത്യാസം. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നോക്കാം. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ എഴുതിയത്. ഇവിടെ ഇതിന്റെ പ്രത്യേകത അത് ഡേറ്റ് ആണ്, പെർട്ടിക്കുലേഴ്സ് ആണ്, സോറി പെർട്ടിക്കുലേഴ്സ് അല്ല, ഇത് റെസിപ്റ്റ് ആണ്. ഓക്കെ, ഇത് ക്യാഷ് ആണ്, ഇത് ബാങ്ക്. ഓക്കെ, ഇവിടെ ഡേറ്റ് ഉണ്ട്, ഇത് പേയ്മെന്റ്സ് ആണ്, ഇത് ക്യാഷ് ആണ്, ഇത് ബാങ്ക്. ഓക്കെ, ഇപ്പൊ എല്ലാ റെസിപ്റ്റുകളും എഴുതും. ക്യാഷിലൂടെ നടന്നാണെങ്കിൽ ക്യാഷിന്റെ കോളത്തിൽ എഴുതും, ബാങ്കിലൂടെ നടന്നാണെങ്കിൽ ബാങ്കിന്റെ കോളത്തിൽ എഴുതും. എല്ലാ പേയ്മെന്റുകളും എഴുതും. ക്യാഷ് ആയിട്ടാണ് ആ പേയ്മെന്റ് നൽകിയെങ്കിൽ ക്യാഷിന്റെ കോളത്തിൽ എഴുതും, ബാങ്ക് ആയിട്ടാണ് ചെക്കിലൂടെയാണ് ത്രൂ ബാങ്ക് ആണ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണ് ആ ട്രാൻസാക്ഷൻസ് നടത്തിയെങ്കിൽ അത് ബാങ്കിന്റെ കോളത്തിൽ എഴുതും. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, പ്രിപ്പയർ ചെയ്യാനൊക്കെ എളുപ്പമുള്ള സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത പല എന്റിറ്റീസും ക്യാഷ് കോളം ഈ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട്. വളരെ ചെറിയ സ്ഥാപനങ്ങൾ പോലും ഡബിൾ കോളം ക്യാഷ് ബുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. കാരണം ഇതിൽ തന്നെ ഒരുവിധം എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും ഒരു ഗ്രൂപ്പ് ഇതിൽ കിട്ടും. ഓക്കെ, കാരണം ഇതില് ബാങ്കിലൂടെ നടന്നതും ക്യാഷ് ആയിട്ട് നടന്നതുമായ എല്ലാ റെസീപ്റ്റുകളും പേയ്മെന്റുകളും എഴുതുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ബാലൻസിൽ നിന്നാണ്. മുമ്പ് കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിൽ ബാങ്കിൽ എത്ര തുകയുണ്ട്, കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യില് എത്ര പൈസ ബാക്കിയുണ്ട്. ഒരു എന്റിറ്റി, നമ്മൾ ബിസിനസ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പഠിച്ചല്ലോ. അപ്പൊ ഒരു പീരീഡിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറയുന്നത്. ഒരു പീരീഡ് കഴിഞ്ഞ പീരീഡ് ചിലപ്പോൾ 6 monthsന്റെ പീരീഡ് ആവാം, ചിലപ്പോൾ 1 yearന്റെ പീരീഡ് ആവാം. ആ പീരീഡ് ക്ലോസ് ചെയ്തു. പുതിയ ഒരു പീരീഡിന്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ക്യാഷ് ബുക്ക് പറയുമ്പോൾ ഇതിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ആണ്. ബാലൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ പീരീഡിന്റെ എൻഡിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന തുക എത്രയാണ്, ബാക്കി ഉണ്ടായിരുന്ന തുക എത്രയാണ്, കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടോ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടോ ഒക്കെ ഉണ്ടാവും. ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗിലെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, ഇവിടെ ബാങ്കിൽ എത്ര തുകയുണ്ട്, കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ ബാങ്കിൽ എത്ര തുകയുണ്ട്, അല്ലെങ്കിൽ ഈ പീരീഡ് ആരംഭിക്കുമ്പോൾ ബാങ്കിൽ എത്ര തുകയുണ്ട് എന്നതിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു സ്ഥാപനം ആരംഭിക്കുന്ന ഫസ്റ്റത്തെ വർഷമാണെങ്കിൽ ഇതുവരെ ആ സ്ഥാപനം ഇല്ലെങ്കിൽ മാത്രമാണ് അവിടെ ബാലൻസ് ഇല്ലാതിരിക്കുക. ഓക്കെ, അവിടെ ക്യാപിറ്റലിൽ നിന്നാണ് തുടങ്ങുന്നത് മാത്രം. നോർമലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസിന്റെ ക്യാഷ് ബുക്കിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ബാലൻസ്. ഓക്കെ, ഈ ബാലൻസ് ഇവിടെയാണ് നോർമലി വരിക. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയും. പൈസ ആയിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ്, നമ്മുടെ ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണ്, അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് അവിടെ ബാലൻസ് ആയിട്ട് വരും. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്ന സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിലെ പൈസ നെഗറ്റീവ് ആണ് എന്നാണ്. ക്രെഡിറ്റ് ബാലൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ ബാലൻസ് എവിടെയാണ് എഴുതുക? മിക്കവാറും ബാങ്കിലൊക്കെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് വന്നേക്കാം. അപ്പൊ ബാലൻസിന്റെ കൂടെ അത് ക്രെഡിറ്റ് ബാലൻസ് ആണെന്നോ അത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണെന്നോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് എഴുതേണ്ടത് ഇവിടെയാണ്. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. കയ്യിലെ പൈസ നെഗറ്റീവ് ആണ്, കാരണം കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ പൈസ നമ്മൾ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ട് ചെലവാക്കിയിട്ടുണ്ട്. മൈനസിലാണ് നമ്മുടെ വണ്ടി ഓടുന്നത് എന്നാണ് അർത്ഥം. അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് വരേണ്ടത് അവിടെയാണ്. ക്രെഡിറ്റ് ബാലൻസ് എന്നോ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്നോ ഒക്കെ ബാലൻസിന്റെ കൂടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ബാലൻസ് എഴുതുന്നത്. ഓക്കെ, ഇനി ഇവിടെ എഴുതുന്നത് റെസീപ്റ്റുകളാണ്. ഓക്കെ, സ്ഥാപനത്തിലേക്ക് പൈസയുടെ വരവുകളാണ്, റെസീപ്റ്റുകളാണ്, വരവുകളാണ് വരവുകളാണ് ഇവിടെ എഴുതുന്നത്. സ്ഥാപനത്തിലേക്കുള്ള പണത്തിന്റെ വരവാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, അത് ക്യാഷ് ആയിട്ടാണ് വന്നെങ്കിൽ നമ്മൾ ഇവിടെ എഴുതുന്നു. ബാങ്ക് ആയിട്ടാണ്, അല്ലെങ്കിൽ ബാങ്കിലൂടെയാണ്, ബാങ്കിലേക്കാണ് ആ പണം വന്നതെങ്കിൽ നമ്മൾ ഇവിടെ എഴുതും. അതാണ് വ്യത്യാസം. രണ്ടും നമ്മൾ എഴുതുന്നത്.
അപ്പോ ഒരു ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഇതിലേക്ക് റെക്കോർഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ആ ട്രാൻസാക്ഷനിൽ ആദ്യം അത് റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതിന് വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. ഒരു ട്രാൻസാക്ഷനിലേക്ക് നോക്കി അത് പണം കൊണ്ടുവരുന്ന ട്രാൻസാക്ഷൻ ആണോ പണം കൊണ്ടുപോകുന്ന ട്രാൻസാക്ഷൻ ആണോ എന്ന് നോക്കുക. ഇത് രണ്ടുമല്ലാത്ത ട്രാൻസാക്ഷനെ നമുക്ക് ആവശ്യമില്ല. ഉദാഹരണത്തിന് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഓക്കെ, അത് പണം കൊണ്ടുവരുന്ന ട്രാൻസാക്ഷനും അല്ല, പണം കൊണ്ടുപോകുന്ന ട്രാൻസാക്ഷനും അല്ല. കാരണം പൈസ കൊടുക്കാതെയാണ് നമ്മൾ സാധനം വാങ്ങിയത്. നമ്മുടെ കയ്യിലുള്ള പൈസ അനങ്ങിയിട്ടില്ല. നമ്മുടെ ക്യാഷ് ബാലൻസിലോ ബാങ്ക് ബാലൻസിലോ ഒരു ഇമ്പാക്റ്റും ആ ട്രാൻസാക്ഷൻ വരുത്തിയിട്ടില്ല. ഓക്കെ, അത് അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പൊ ആ ട്രാൻസാക്ഷൻ പണവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ അല്ല. അത് നമുക്ക് ഈ അക്കൗണ്ടിലേക്ക് ഈ ബുക്കിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് മാറ്റിവെക്കാം. ഓക്കെ, അപ്പൊ ഒരു ട്രാൻസാക്ഷൻ പണവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ആണോ എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് എഴുതണം എന്ന് മനസ്സിലാവും. പണവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ആണ്, ഇതിലേക്ക് എഴുതണം എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അത് പണം കൊണ്ടുവരുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ വരവിന്റെ സൈഡിലും, അത് പണം കൊണ്ടുപോകുന്ന പൈസ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ ചെലവിന്റെ സൈഡിലുമാണ് എഴുതുക. നമുക്ക് ആലോചിച്ചറിയാം. ഓക്കെ, അപ്പൊ ഒരു ട്രാൻസാക്ഷനെ നിങ്ങൾ നോക്കിയിട്ട് അത് പണം വരുന്ന ട്രാൻസാക്ഷൻ ആണോ, നമ്മുടെ എമൗണ്ട് ക്യാഷിന്റെ ഇൻഫ്ലോ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ ആണോ, ഇനി ഏത് വഴിയിലൂടെയും ആവാം, വഴി പ്രശ്നമല്ല. ട്രാൻസാക്ഷൻ പണം കൊണ്ടുവരുന്ന ട്രാൻസാക്ഷൻ ആണോ, സെയിൽസ് ആണോ, ബാങ്ക് ലോൺ എടുത്തതാണോ, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണോ, ആരുടെയെങ്കിലും പൈസ കടം വാങ്ങിയതാണോ, ഓക്കെ, അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടിയതാണോ, ഇൻട്രസ്റ്റ് കിട്ടിയതാണോ എന്നൊക്കെ നോക്കുക. പണം കൊണ്ടുവരുന്ന ട്രാൻസാക്ഷൻ ആണോ എന്ന് നോക്കുക. പണം കൊണ്ടുവരുന്ന ട്രാൻസാക്ഷൻസ് എഴുതേണ്ട സ്ഥലം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലായി. പണം കൊണ്ടുവരുന്ന ട്രാൻസാക്ഷൻ എഴുതേണ്ട സ്ഥലം ഇതാണ്. ഇനി പണം പോകുന്ന ട്രാൻസാക്ഷൻ എഴുതേണ്ട സ്ഥലം ഇതാണ്. സൈഡ് നമുക്ക് മനസ്സിലായി. പണം പോകുന്ന ട്രാൻസാക്ഷൻ എഴുതേണ്ട സ്ഥലം ഇവിടെയാണ്. സൈഡ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഞാനൊരു ഷോർട്ട് കട്ട് പോലെയാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനുവലല്ല ഞാൻ പറയുന്നത്, എളുപ്പത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ആ സൈഡ് നമുക്ക് മനസ്സിലായി എവിടെ എഴുതണം. പൈസ വരുന്നതൊക്കെ ആണെങ്കിൽ ഇവിടെയും എഴുതണം, പൈസ പോകുന്നതൊക്കെ ആണെങ്കിൽ ഇവിടെയും എഴുതണം. ഓക്കെ, ഇനി ട്രാൻസാക്ഷൻ നേരിട്ട് നമുക്ക് ഇവിടേക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ പൈസ എങ്ങനെ വന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ആലോചിക്കുക, അത് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ആ പണം എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്ന് ആ പൈസയോട് ചോദിച്ചാൽ മതി. ഈ പൈസ വരുന്ന ട്രാൻസാക്ഷൻ ആണോ എന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ പൈസ കൊണ്ടുവരുന്ന ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, ഞാൻ ഈ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് പൈസയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അവനെ എവിടേക്ക് എഴുതണം. അവനെ നമ്മൾ എഴുതേണ്ടത് ഇവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവനോട് നോക്കിയാൽ നീ എന്തിനാണ് വന്നത്, ഏത് രൂപത്തിലാണ് വന്നത്, എങ്ങനെയാണ് വന്നത്, എവിടുന്നാണ് വന്നത് എന്ന ചോദ്യം കൂടി ചോദിച്ചാൽ ഇവിടെ എന്താണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഉദാഹരണത്തിന് കമ്മീഷൻ റിസീവ്ഡ് 500. ഇതാണ് ട്രാൻസാക്ഷൻ. കമ്മീഷൻ റിസീവ്ഡ് 500 ആണ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇതാണ് ട്രാൻസാക്ഷൻ. നമ്മുടെ ആദ്യത്തെ ട്രാൻസാക്ഷൻ ആണ് കമ്മീഷൻ റിസീവ്ഡ് 500. ഓക്കെ, അപ്പൊ ഇതിനോട് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ നീ പൈസ കൊണ്ടുവന്നതാണോ, നീ പൈസ കൊണ്ടുപോയതാണോ. അപ്പൊ ഈ വാക്ക് നമുക്ക് പറഞ്ഞു തരും കമ്മീഷൻ റിസീവ്ഡ്. ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ടുവന്ന ട്രാൻസാക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. കമ്മീഷൻ റിസീവ്ഡ് പൈസ കൊണ്ടുവന്ന ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് സൈഡ് മനസ്സിലായി. അവരെ എഴുതേണ്ടത് ഇവിടെയാണ്, ഇവിടെയാണ് എഴുതേണ്ടത്. കമ്മീഷൻ റിസീവ്ഡ് 500 എന്ന ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തേണ്ട സൈഡ് നമുക്ക് മനസ്സിലായി. പൈസ കൊണ്ടുവന്ന ട്രാൻസാക്ഷൻ ആണ്, റിസീവ്ഡ് ആണ്, നമുക്ക് പൈസ വന്നതാണ്, സ്ഥാപനത്തിലേക്ക് ഇൻഫ്ലോ ഉണ്ടായതാണ്. ക്യാഷ് ബുക്കിന്റെ റെസീപ്റ്റ് സൈഡിലാണ് എഴുതേണ്ടത്. മനസ്സിലായി? ഇനിയിപ്പോ ഇവിടെ എന്താ എഴുതേണ്ടതെന്ന് മനസ്സിലായാൽ മതിയല്ലോ. ഈ പൈസ എങ്ങനെയാ വന്നത്? ഇത് കമ്മീഷനാണ് വന്നത്. കമ്മീഷനാണ് നമ്മളിലേക്ക് വന്നത്. പൈസ കമ്മീഷൻ എന്ന് പറയുന്ന ഹെഡിലാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നത്. സോ നമ്മളിവിടെ കമ്മീഷൻ എന്ന് എഴുതുന്നു. ഓക്കെ, സൈഡ് മനസ്സിലായി. എഴുതേണ്ട ഐറ്റവും മനസ്സിലായി. കമ്മീഷൻ എന്നാണ്, റിസീവ്ഡ് എന്നാണ് എഴുതേണ്ടത്, അല്ല കമ്മീഷൻ എന്നാണ് എഴുതേണ്ടത്. കമ്മീഷൻ എന്ന് നമ്മൾ എഴുതുന്നു. ഇനിയത്തെ നമ്മുടെ പ്രശ്നം ഇത് ഇവിടെ എഴുതണോ അതോ ഇവിടെ എഴുതണോ എന്നുള്ളതാണ്. ക്യാഷ് കോളത്തിൽ എഴുതണോ ബാങ്ക് കോളത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച്. ക്യാഷ് കോളത്തിൽ എഴുതണോ ബാങ്ക് കോളത്തിൽ എഴുതണോ എന്നതാണ് നമ്മുടെ അടുത്ത പ്രശ്നം. അപ്പൊ ഇതിലേക്ക് നമുക്കറിയാം ഇത് ബാങ്കിലേക്ക് വന്ന ട്രാൻസാക്ഷൻ അല്ല, കമ്മീഷൻ റിസീവ്ഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാങ്കിലേക്ക് വന്നിരുന്നെങ്കിൽ ബാങ്കിലേക്കാണ് വന്നത് എന്ന് നമുക്ക് അറിയാനുള്ള എന്തെങ്കിലും ആ ട്രാൻസാക്ഷൻ പറഞ്ഞാൽ ചെക്കായിട്ട് വന്നോ, ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഓൺലൈനായിട്ട് ചെയ്തു, എന്തെങ്കിലും പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ടില്ല. കമ്മീഷൻ റിസീവ്ഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്, ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് എഴുതേണ്ടത് ക്യാഷിലാണ്.
പ്രോബ്ലം ഇല്ല. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ട്രാൻസാക്ഷനോട് നിങ്ങൾ ആദ്യത്തെ ചോദ്യം ചോദിക്കുക, നിന്നിൽ ക്യാഷ് ഉണ്ടോ? ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, അല്ലെങ്കിൽ പൈസ വരികയും ചെയ്ത ബാങ്കിലൂടെയോ ക്യാഷിലൂടെയോ ഒക്കെ പൈസ വരികയും പോവുകയും ചെയ്ത ട്രാൻസാക്ഷൻ ആണോ? ആണെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട സംഭവമാണ്, ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ട സംഭവമാണ്. ഒരു പ്രശ്നം തോന്നുന്നു. രണ്ടാമത്തെ ചോദ്യം പൈസ വന്നതാണോ പൈസ പോയതാണോ എന്നാണ്. ഇത് നമ്മളോട് ഉത്തരം പറഞ്ഞു, പൈസ വന്നതാണ്. ഞാൻ പൈസയും കൊണ്ടാണ് വന്നത്, പൈസ വന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് സൈഡ് മനസ്സിലായി, റെസിപ്റ്റ് ആണെന്ന് മനസ്സിലായി, റെസിപ്റ്റിന്റെ കുളത്തിൽ എഴുതി. എഴുതേണ്ടത് എന്താണെന്ന് മനസ്സിലായി, കമ്മീഷൻ ആയിട്ടാണ് പൈസ വന്നത്, കമ്മീഷൻ എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്തത് ചോദ്യം ഇതാണ്, ക്യാഷ് തന്നെയാണോ അതോ ചെക്ക് ആണോ, ബാങ്കിലേക്കാണോ വന്നത് അതോ പൈസ തന്നെയാണോ വന്നത് എന്നാണ് അടുത്ത ചോദ്യം. അതിനും ഉത്തരമുണ്ട് ഇവിടെ, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാഷ് ആണ് വന്നത്, ക്യാഷ് കോളത്തിൽ എഴുതി. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കിയാൽ വേജസ് പെയ്ഡ് ബൈ ചെക്ക്. വേജസ് പെയ്ഡ് ബൈ ചെക്ക് 1000 ട്രാൻസാക്ഷൻ ആണ്. അടുത്ത ട്രാൻസാക്ഷൻ ആണ് വേജസ് പെയ്ഡ് ബൈ ചെക്ക് 1000. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇവിടേക്ക് വേണ്ട ആളാണെന്നാണ്. വേജസ് പെയ്ഡ് പൈസയായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. വേജസ് കൊടുത്തത് പൈസ എന്ന് പറയുന്ന ക്യാഷ് എന്ന് പറയുന്ന മീഡിയത്തിലൂടെയാണല്ലോ. സോ എന്തായാലും ഇവിടെ വേണ്ട ആള് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇത് പൈസ കൊണ്ടുവന്നതാണോ ഇത് പൈസ കൊണ്ടുപോയതാണോ എന്നാണ്. അടുത്ത ചോദ്യം, ഇത് പൈസ കൊണ്ടുവന്ന ട്രാൻസാക്ഷൻ ആണോ ഇത് പൈസ കൊണ്ടുപോയ ട്രാൻസാക്ഷൻ ആണോ എന്നാണ്. പക്ഷേ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഇവിടെ പറഞ്ഞു തരും, പെയ്ഡ് ആണ്, പൈസ പോയതാണ്. ഓക്കെ, അപ്പൊ പൈസ പോയതാണെങ്കിൽ സൈഡ് നമുക്ക് മനസ്സിലായി, ഇതാണ് നമ്മുടെ സൈഡ്, പേയ്മെന്റ് സൈഡിലാണ്. ക്യാഷ് പോയതാണെങ്കിൽ നമുക്ക് മനസ്സിലായി എവിടെയാണ് സൈഡ്, പേയ്മെന്റ് സൈഡിലാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇത് ക്യാഷ് ആണോ ട്രാൻസാക്ഷനിലെ അതോ ബാങ്കിലൂടെയാണോ ട്രാൻസാക്ഷൻ നടന്നത്? ക്യാഷിലൂടെയാണോ ബാങ്കിലൂടെയാണോ ട്രാൻസാക്ഷൻ നടന്നത്? അപ്പൊ നമുക്കറിയാം ഇവിടെ ചെക്ക് ആയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാങ്കിലാണ് ട്രാൻസാക്ഷൻ നടന്നത്, ബാങ്കിലാണ് ട്രാൻസാക്ഷൻ നടന്നത്, ബാങ്കിലാണ് എമൗണ്ട് എഴുതേണ്ടത്. ഇനി എങ്ങനെയാണ് പൈസ പോയത്? വേജസ് ആയിട്ടാണ് പൈസ പോയത്, വേജസ്. ഓക്കെ, സിമ്പിൾ ആണ്. വേജസ് ഇത് വലിയ, ഞാനിങ്ങനെ ആദ്യമായിട്ട് പറയുമ്പോഴാണ് വലുതായിട്ട് തോന്നുന്നത്. വേജസ് പെയ്ഡ് ബൈ ചെക്ക്, പെയ്ഡ് ആണ്, പേയ്മെന്റ് ആണ്, ചെക്കാണ്, ബാങ്കിലാണ്, വേജസ് ആണ്. സിമ്പിൾ. വേജസ് എന്ന് പറഞ്ഞ് ചെക്കാണ് കൊടുത്തത്, അപ്പോ പേയ്മെന്റിൽ വേജസ് എഴുതുക, ചെക്ക് ആയതുകൊണ്ട് ബാങ്കിന്റെ കോളത്തിൽ എഴുതുക. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇങ്ങനെ ചിന്തിച്ചാൽ അക്കൗണ്ടിലെ ജനറൽ എൻട്രി എന്താണ്, ജനറൽ എൻട്രി എന്നൊന്നും ചിന്തിക്കേണ്ട, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തത് ചെയ്യാം. ബാങ്ക് ലോൺ ടേക്കൺ. ബാങ്ക് ലോൺ ടേക്കൺ. ബാങ്ക് ലോൺ ടേക്കൺ 2000. ബാങ്ക് ലോൺ ടേക്കൺ, ബാങ്ക് ലോൺ ടേക്കൺ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. പൈസ വരുവാണോ പോവാണോ ചെയ്യുന്നത്? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, പൈസ. ആ ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ നന്നായിട്ട് പഠിക്കണം. ഇവിടെ നമുക്ക് അതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എല്ലാ ജനറൽ എൻട്രി എഴുതുമ്പോഴും ഈ ക്യാഷ് ബുക്ക് എഴുതുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ ചെയ്തതാണ് മനസ്സിൽ വരുന്നത്. ബാങ്ക് ലോൺ എടുക്കുമ്പോൾ പൈസ വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലേക്ക് പൈസ വരാൻ വേണ്ടിയിട്ടല്ലേ ബാങ്ക് ലോൺ എടുക്കുന്നത്. ബാങ്ക് ലോൺ എടുക്കുമ്പോൾ പൈസ വരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ സൈഡിൽ നമുക്ക് മനസ്സിലായി, റെസിപ്റ്റിന്റെ സൈഡിലാണ് എഴുതുന്നത്. ഓക്കെ, ഡേറ്റ് ഉണ്ട് കേട്ടോ, ഡേറ്റ് എഴുതിക്കോണേ. ബാങ്ക് റെസിപ്റ്റിന്റെ സൈഡിലാണ് എഴുതുന്നത്. ഓക്കെ, ഇപ്പൊ എന്തായിട്ടാ പൈസ വന്നത്? ബാങ്ക് ലോൺ ആണ് പൈസ വരാനുള്ള കാരണം. ബാങ്ക് ലോൺ ആണ് പണം വരാനുള്ള കാരണം, ബാങ്ക് ലോൺ. ഓക്കെ, 2000. ക്യാഷ് ആണോ ബാങ്ക് ആണോ ചെക്കായിട്ടാണോ? ചെക്കായിട്ടാണെങ്കിൽ പറയും, ചെക്കായിട്ടാണെന്ന് പറയും. അല്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. സോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു 2000. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ട്രാൻസാക്ഷനോട് നിങ്ങൾ ചോദിക്കുന്നു, നീ പൈസ കൊണ്ടുവന്നതാണോ പൈസ കൊണ്ടുപോയതാണോ? അപ്പൊ പൈസ കൊണ്ടുവന്നതാണെന്ന് ബാങ്ക് ലോൺ പറഞ്ഞു. ഞാൻ പൈസ കൊണ്ടുവന്ന ഐറ്റമാണെന്ന് ബാങ്ക് ലോൺ നിങ്ങളോട് പറഞ്ഞു. സോ ക്യാഷ് ആണോ കൊണ്ടുവന്നത് അതോ ചെക്ക് ആണോ കൊണ്ടുവന്നത്? ക്യാഷ് ആണ് കൊണ്ടുവന്നത്. സോ ബാങ്ക് ലോൺ ക്യാഷ് എഴുതി. വളരെ സിമ്പിൾ ആണ്. മറ്റൊന്നും കൂടി എഴുതാം. പർച്ചേസ്. പർച്ചേസ് 10,000 എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പർച്ചേസ് 10,000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പർച്ചേസ് എന്ന് പറയുന്ന ഐറ്റം പൈസ വരുന്നതാണോ പോകുന്നതാണോ? പൈസ പോകുന്നതാണോ? നമുക്കറിയാം, സിമ്പിൾ ആണല്ലോ. പർച്ചേസ് എന്ന് പറയുന്ന ഐറ്റം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ്. പേയ്മെന്റ് ആണ് മനസ്സിലായി. നമ്മൾ പേയ്മെന്റിന്റെ പോയതിൽ പർച്ചേസ് നേടി. ഇത് ക്യാഷ് ആയിട്ടാണോ പോയത് ചെക്ക് ആയിട്ടാണോ പോയത്? ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. അപ്പൊ ക്യാഷ് ആയിട്ടാണ് പോയത്. ചെക്ക് ആയിട്ടാണെങ്കിൽ നമ്മളോട് പറഞ്ഞേനെ ക്യാഷ് ആയിട്ടാണ് പോയത്. വളരെ സിമ്പിൾ ആണ്.
ഓക്കെ, ഇനി സെയിൽസ് 7,000 രൂപ സെയിൽസ് ആണ്. അപ്പൊ സെയിൽസ് പൈസ കൊണ്ടുവരുന്ന ഐറ്റമാണോ പൈസ കൊണ്ടുപോകുന്ന ഐറ്റമാണോ? സെയിൽസ് പണം കൊണ്ടുവരുന്ന ഐറ്റമാണോ സെയിൽസ് പണം കൊണ്ടുപോകുന്ന ഐറ്റമാണോ? ഓക്കെ, സെയിൽസ് പണം കൊണ്ടുവരുന്ന ഐറ്റമാണ്. സോ ഇവിടെ സെയിൽസ് എഴുതി. ഓക്കെ, 7,000 ചെക്കാണെന്ന് പറഞ്ഞിട്ടില്ല, ക്യാഷ് തന്നെയാണ്. 7,000 അത് സിമ്പിൾ ആണ്. നോക്കാം, ഒന്നുകൂടി നോക്കാം. ഓക്കെ, പർച്ചേസ് ബൈ ചെക്ക് എന്ന് പറയുന്നു. പർച്ചേസ് ബൈ ചെക്ക് എന്ന് പറയുന്നു. പർച്ചേസ് ബൈ ചെക്ക്. പർച്ചേസ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമുക്കറിയാം, പേയ്മെന്റ് ആണ്. പർച്ചേസ് പേയ്മെന്റ് ആണ്. പക്ഷെ ബൈ ചെക്ക് ആണ്. നമ്മൾ എവിടെ എഴുതി? 7,000. ഓക്കെ, ചെക്കിലാണ്, ബാങ്കിലാണ് എഴുതുന്നത്. ക്യാഷ് റിസീവ്ഡ് ഫ്രം തോമസ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം തോമസ്. നോക്കുക, ക്യാഷ് റിസീവ്ഡ് ഫ്രം തോമസ് 2,000. തോമസിൽ നിന്ന് പണം കിട്ടി, ഉറപ്പാണല്ലോ. തോമസിൽ നിന്ന് പണം കിട്ടി. എന്തിനാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ആരാണ് തന്നത് എന്ന് നമുക്കറിയാം. തോമസ് ആണ് തന്നത്. തോമസ് എന്ന് എഴുതി. എന്തിനാണെന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല. പക്ഷെ ആരാണ് തന്നതെന്ന് നമുക്കറിയാം. എന്തിനാണ്, ആരാണ്, 2 ചോദ്യമേ ചോദിക്കാനുള്ളൂ ക്യാഷിനോട്. എന്തിനാണ്? വേജ് ആണ്. ഓക്കെ, വേജ് എന്ന് എഴുതി. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉത്തരവില്ല. ഉള്ള ഉത്തരം ആരാണെന്ന് ഉത്തരമുണ്ട്. തോമസ് ആണ്. പൈസ വന്നതാണ്. ക്യാഷ് ആണ് 2,000. ഇനി ഇത് തന്നെ ചെക്ക് റിസീവ്ഡ് ഫ്രം. ചെക്ക് റിസീവ്ഡ് ഫ്രം തോമസ് 3,000 എന്ന് വെച്ചോളൂ. ഓക്കെ, ചെക്ക് റിസീവ്ഡ് ഫ്രം തോമസ് 3,000. ഓക്കെ, ഇവിടെ ചെക്കാണ് കിട്ടിയത്. ഓക്കെ, തോമസിൽ നിന്ന് ചെക്കാണ് കിട്ടിയത്. എമൗണ്ട് എഴുതേണ്ടത് ഇവിടെ. ഓക്കെ ഓക്കെ, ചില കണക്കുകളിൽ ഇത് ക്യാഷ് കിട്ടിയിട്ട് പിന്നെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തതായിട്ട് 2 ചാനൽ ആയിട്ട് കൊടുക്കാറുണ്ട്. ആവശ്യമില്ല, ഒറ്റ ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ചെക്ക് ബാങ്കിലേക്കാണ് എമൗണ്ട്, നേരിട്ട് ബാങ്കിലേക്കാണ് എമൗണ്ട് വന്നത്. മറ്റേത് ക്യാഷ് റിസീവ് ചെയ്യുന്ന ഒരു ചാനലിയും ചെക്ക് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുന്ന ചാനലിയും മാറ്റി എഴുതി കാണാറുണ്ട്. കൺഫ്യൂഷൻ വേണ്ട, രണ്ടിന്റെയും എഫക്ട് സെയിം ആണ്. സോ ക്യാഷ് റിസീവ് ഫ്രം തോമസ് ഇങ്ങനെയാണ് എഴുതിയത്. തോമസിനെ എഴുതി ക്യാഷിലാണ് നമ്മൾ എഴുതിയത്. ചെക്ക് റിസീവ് ഫ്രം തോമസിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ക്യാഷ് പെയ്ഡ് ടു ചന്ദ്രൻ. ക്യാഷ് പെയ്ഡ് ടു ചന്ദ്രൻ. ചന്ദ്രന് ക്യാഷ് കൊടുത്തു 2,000 രൂപ. ഓക്കെ, ചന്ദ്രൻ പേയ്മെന്റ് ആണ്, ക്യാഷ് കൊടുത്തു. ഇത് തന്നെ ചെക്കാണ് കൊടുത്തതെങ്കിൽ ചന്ദ്രൻ 2,000 ഇവിടെയാണ്. ഓക്കെ, 2,000 ഇവിടെയാണ്. ഇപ്പൊ ഒന്നുമില്ല, ട്രാൻസാക്ഷനെ അനലൈസ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് തന്നെയാണ് ഇവിടെയും കാണിക്കേണ്ടത്. ഒരു ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്തിട്ട് അത് ക്യാഷിന്റെ ഇൻകമിംഗ് ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻ ആണോ ക്യാഷിന്റെ ഔട്ട്ഫ്ലോ ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി പ്രോബ്ലം സോൾവ് ചെയ്തു. ഓക്കെ, അതിനുശേഷം അത് റെസീപ്റ്റ് ആണോ, അത് ക്യാഷ് ആയിട്ടാണോ വന്നത്, അത് ബാങ്കിലേക്കാണോ വന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സൈഡ് മനസ്സിലായി, 2 സൈഡ് മനസ്സിലായി. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനെ നോർമലായിട്ട് ബാലൻസ് ചെയ്തെടുക്കുക. ബാലൻസ് ചെയ്യുമ്പോ ഈ കോളവും മാത്രമേ ഉള്ളൂ എന്ന് കരുതി ബാലൻസ് ചെയ്യാം. ഓക്കെ, ഇതും തമ്മിൽ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യാൻ ഡൗട്ടുള്ളവർക്ക് ബാലൻസ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, എടുത്ത് വെച്ച് 2ാമതും 3ാമതും കാണാം. ബാലൻസിങ് ചെയ്യാനുള്ള ഐഡിയ ഇല്ലാത്തവർ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് കോളത്തെയും ഈ ക്യാഷ് കോളത്തെയും തമ്മിൽ ബാലൻസ് ചെയ്യാം. സാധാരണ ബാലൻസ് ചെയ്യുന്ന പ്രോസസ് തന്നെയാണ്. ഈ ബാങ്ക് കോളത്തെയും തമ്മിൽ ബാലൻസ് ചെയ്യാം. നിങ്ങൾക്ക് ബാലൻസ് കിട്ടും. ആ ബാലൻസ് ആ സ്ഥാപനത്തിലെ ആ വർഷത്തെ ഏറ്റവും അവസാനത്തെ ദിവസം നിങ്ങളുടെ കയ്യിലുള്ള പണവും നിങ്ങളുടെ ബാങ്കിലുള്ള പണവുമാണ് ആ ബാലൻസ്. ഓക്കെ, ആ സ്ഥാപനത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസം, അതായത് ബാലൻസ് ചെയ്യുന്ന ദിവസം, ആ പീരീഡിലെ ബാലൻസിങ് നടക്കുന്ന ആ ദിവസം, എൻഡ് ഓഫ് ദി പീരീഡ്. ഓക്കെ, പീരീഡിന്റെ എൻഡില് നിങ്ങളുടെ കയ്യിലുള്ള പണവും നിങ്ങളുടെ ബാങ്കിലുള്ള പണവുമാണ് ആ ബാലൻസ്. ഓക്കെ, ഇതാണ് ക്യാഷ് ബുക്ക് നോർമൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. വലിയ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സിമ്പിൾ ലോജിക് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൈഡ് ഏതാണെന്ന്. അത് ഒന്നുകൂടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ക്യാഷ് ആണോ അതോ ബാങ്കിലൂടെയാണോ നടന്നതെന്ന്
സിമ്പിൾ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ജേണൽ എൻട്രിയെ കുറിച്ചോ, ടൂവിനെ കുറിച്ചോ, ബൈനെ കുറിച്ചോ, ഡെപ്റ്റിനെ കുറിച്ചോ, ക്രെഡിറ്റിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട. ജേണൽ ട്രാൻസാക്ഷനിൽ നിന്ന് നേരിട്ട് നമുക്ക് എങ്ങോട്ട് വരാം? ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്തത്. ക്യാഷ് ബുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ജേണൽ എൻട്രി ഒന്നും അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ട്രാൻസാക്ഷനിൽ നിന്ന് നേരിട്ട് ക്യാഷ് ബുക്കിലേക്ക് എത്താനുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുത്തത്. അപ്പോ ക്ലാസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാം. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. കോൺട്രാ എൻട്രീസ് പോലത്തെ ചില ചെക്കുകൾ ഡിസോണർ ആവുക, അങ്ങനത്തെ കുറച്ച് ചില കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ ക്ലാസ് നിങ്ങൾ വളരെ കാര്യമായിട്ട് കാണാം. അതിനെക്കുറിച്ചുള്ള കമന്റുകളൊക്കെ പറയാം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.